നമസ്കാരം. പ്രധാന വാർത്തകൾ. Lulu Sarees and Lulu Gold, Kannur and Talasheri. ജില്ലയിൽ ബോംബ് റെയ്ഡ് തുടരുന്നു. തില്ലങ്കേരിയിൽ നിന്ന് ഉഗ്രശേഷിയുള്ള 9 ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ സൂക്ഷിച്ചത് ബോംബ് നിർമ്മാണ കേന്ദ്രമായ ഗുഹയിൽ. പാതിരിയാട് RSS പ്രവർത്തകൻ നവജിത്തിനെ വെട്ടിയ സംഭവത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ കേസ്. കണ്ണൂർ നഗരം ഇനി ക്യാമറ കണ്ണിൽ. CCTV ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ കയറാതെ UDF അംഗങ്ങൾ വിട്ടുനിന്നു. DTPCയുടെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ കണ്ണൂരിൽ തുടക്കമാകും. ഒരാഴ്ചക്കാലം വൈവിധ്യമാർന്ന കലാപരിപാടികൾ. ഓണം സമൃദ്ധി പഴം പച്ചക്കറി സ്റ്റാളുകൾ തുറന്നു. NGO അസോസിയേഷനും യുവമോർച്ചയും പ്രതിഷേധത്തിന്റെ പൂക്കളം തീർത്തു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ നിന്ന് വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. തില്ലങ്കേരിയിൽ നിന്നാണ് ഇന്ന് രാവിലെ ഉഗ്രശേഷിയുള്ള 9 ബോംബുകൾ പോലീസ് റെയ്ഡിൽ കണ്ടെത്തിയത്. ബോംബ് നിർമ്മാണ കേന്ദ്രമായ ഒരു ഗുഹയിൽ സൂക്ഷിച്ചു വെച്ച നിലയിലായിരുന്നു ബോംബുകൾ. RSS പ്രവർത്തകൻ വിനീഷ് കൊലപാതക കേസിലെ പ്രതികളെയും ആയുധങ്ങളും മറ്റും കണ്ടെത്താനുള്ള തിരച്ചിലിനുമിടയിലാണ് നൂഞ്ഞിക്കര പുന്തിരോട്ട് മടപ്പുരക്ക് സമീപമുള്ള വിജനമായ പറമ്പിൽ നിന്നും ഇന്ന് രാവിലെ 11:30 ഉഗ്രശേഷിയുള്ള 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. ഇരിട്ടി CI സജേഷ് വാഴവളപ്പിലും ബോംബ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പറമ്പിലെ ഒരു ഗുഹയിൽ നിന്നും ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ പുതുതായി നിർമ്മിച്ച ബോംബുകൾ കണ്ടെത്തിയത്. ഗുഹ ബോംബ് നിർമ്മാണ കേന്ദ്രമാണെന്ന് പോലീസ് പറഞ്ഞു. വിനീഷ് വധത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത തില്ലങ്കേരി സ്വദേശി മഹേഷ് എന്ന യുവാവിന്റെ മൊഴിയിൽ നിന്നാണ് ബോംബിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്നാണ് സൂചന. പാതിരിയാട് RSS പ്രവർത്തകൻ നവജിത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തു. ബുധനാഴ്ച രാത്രി 9:30 നവജിത്തിനെ ഒരു സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മട്ടന്നൂർ, തലശ്ശേരി, കണ്ണൂർ, ഇരിട്ടി റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ഇന്നലെ ഒരു ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് പണിമുടക്ക്. മിന്നൽ പണിമുടക്കിനെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. ഇരിട്ടി മട്ടന്നൂർ, കണ്ണൂർ, ഇരിട്ടി മട്ടന്നൂർ, തലശ്ശേരി റൂട്ടുകളിലും മട്ടന്നൂർ ടൗണിൽ നിന്ന് ഗ്രാമപ്രദേശത്തിലേക്കും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് രാവിലെ മുതൽ പണിമുടക്ക് നടത്തിയത്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ പണിമുടക്ക് രാവിലെ 8:30 പിൻവലിച്ചു. കണ്ണൂർ, മട്ടന്നൂർ, ഇരിട്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ആഷിഖ് ബസ്സിലെ ഡ്രൈവർ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ K നൌഷാദിനെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പണിമുടക്ക്. എന്നാൽ ഡ്രൈവറെ മർദ്ദിച്ചില്ലെന്നും വിദ്യാർത്ഥികളെ കയറ്റില്ലെന്ന പരാതിയിൽ പെറ്റി കേസ് നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് പണിമുടക്ക് നടത്തുന്നതെന്നും CI ഷജു ജോസഫ് അറിയിച്ചു. സമരമറിയാതെ ബസ് സ്റ്റാൻഡിലും മറ്റും ബസ് കയറാനെത്തിയ യാത്രക്കാർ വാഹനം കിട്ടാതെ വലഞ്ഞു. സ്കൂളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് ഓണപരിപാടികളിലും പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ബസ്സില്ലാത്തതിനാൽ ദുരിതത്തിലായത്. കണ്ണൂർ നഗരം ഇനി ക്യാമറ കണ്ണിൽ. സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷനും പോലീസും സ്ഥാപിച്ച CC ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. പയ്യാമ്പലത്തെ കൺട്രോൾ റൂമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 42 ക്യാമറകളാണ് കണ്ണൂർ നഗരത്തിലെ ചലനങ്ങൾ ഒപ്പിയെടുക്കുക. രാത്രികാലത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്. നഗരത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ വിവിധ ഭാഗങ്ങളിലായി 80 CCTV ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. ഇതിൽ 1ാം ഘട്ടമായി സ്ഥാപിച്ച 32 ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും സ്വൈര്യ ജീവിതത്തിനും ഹാനിയുണ്ടാക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളൊക്കെ കൊണ്ട് കലുഷിതമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കാൻ, സമാധാന പരിപാലനം നിർവഹിക്കാൻ, സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ തുടങ്ങി മുഖമുഖമായ സാമൂഹ്യ സംരക്ഷണ പരിപാടികൾ നിർവഹിക്കുന്നതിന് തീർച്ചയായും ഈ ക്യാമറ കണ്ണുകൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. 3 വർഷം മുൻപ് നഗരസഭയും പോലീസ് ട്രാഫിക് വിഭാഗവും നഗരപരിധിയിൽ CCTV ക്യാമറ സ്ഥാപിക്കാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. മേയർ EP ലത അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ PK രാഗേഷ്, കൌൺസിലർ N ബാലകൃഷ്ണൻ, സെക്രട്ടറി KP വിനിയൻ, വെള്ളോറ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതിനിടെ CCTV ക്യാമറകളുടെ ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ കയറാതെ UDF അംഗങ്ങൾ വിട്ടുനിന്നു. സദസ്സിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് TO മോഹനൻ ഉൾപ്പെടെയുള്ളവരെ മേയർ ആശംസാ പ്രസംഗം നടത്താൻ ക്ഷണിച്ചെങ്കിലും ഇവർ വേദിയിൽ കയറാൻ തയ്യാറായില്ല. LDF ഭരണത്തിൽ ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ആരോപിച്ചാണ് UDF അംഗങ്ങൾ വിട്ടുനിന്നത്. കോർപ്പറേഷൻ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി.
കണ്ണൂർ നഗരത്തിൽ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി പോലീസ് കൺട്രോൾ റൂമിൽ തയ്യാറായ സ്ക്രീനുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് UDF അംഗങ്ങൾ വേദിയിലെത്താതെ വിട്ടുനിന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ആശംസാ പ്രസംഗത്തിനായി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, ഒ. രാധ, സി. സമീർ എന്നിവരെ ക്ഷണിച്ചെങ്കിലും ഇവർ വേദിയിലെത്താൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ മേയർ നേരിട്ടെത്തി വേദിയിലെത്താൻ ആവശ്യപ്പെട്ടെങ്കിലും UDF അംഗങ്ങൾ അതിന് തയ്യാറായില്ല. ഉദ്ഘാടന ശേഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മടങ്ങിപ്പോയതിനു ശേഷമാണ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്. വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുമെന്നായപ്പോൾ പോലീസും മറ്റ് കൌൺസിലർമാരും ഇടപെട്ട രംഗം ശാന്തമാക്കുകയായിരുന്നു. കൂടിയാലോചനകൾ ഇല്ലാതെ ധാർഷ്ട്യത്തോടുകൂടിയാണ് മേയറുടെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ആരോപിച്ചു. പരിപാടി നടത്തുന്നതിന് മുൻപ് സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിനെ നിയന്ത്രിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കന്മാർ, ഇവരെയൊക്കെ വിളിച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. യാതൊരു വിധത്തിലുള്ള ആലോചനയും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പരിപാടിയിൽ പല ആളുകൾ ഉൾപ്പെടുത്തി അവർക്ക് നോട്ടീസ് പോലും കൊടുക്കാത്ത രൂപത്തിലും ആണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു ചർച്ച നടക്കാതെ, പ്രാതിനിധ്യം കൊടുക്കാതെ, പരിഗണന കൊടുക്കാതെ ഏകപക്ഷീയമായ രൂപത്തിൽ ദാഷ്ട്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമായ രൂപത്തിൽ പ്രതിഷേധിക്കുക എന്നത് മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അതേസമയം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനു ശേഷം മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് മേയർ പ്രതികരിച്ചു. ടി.ഒ. ആണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ പരിപാടി നടത്താനുള്ള എല്ലാ തീരുമാനങ്ങളിലും ടി.ഒ. എൻ്റെ കൂടെ നിന്നിട്ട് വളരെ ഡെപ്യൂട്ടി മേയറിലും ഇപ്പം അന്ന് നമ്മളെ ഉപ്പാല വളപ്പിൻ്റെ പരിപാടിയിൽ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ ടി.ഒ.യും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ബാലകൃഷ്ണ മാഷും ഞാനും കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. കാര്യങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്യലുണ്ട്. പക്ഷെ അതൊരു രാഷ്ട്രീയപരമായിട്ട് കാണുന്നതാണ് മോശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് ആര് തടസ്സം നിന്നാലും അതിനെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും മേയർ പറഞ്ഞു. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ മലപ്പുറത്ത് ലോറിയുമായി കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 4:30 തൃശൂർ ചങ്ങരക്കുളം താടിപ്പടി റൂട്ടിലായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന പയ്യന്നൂരിലെ ഡേവിഡ് ജോർജ്, രാജേഷ്, സജു, അജയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. 5 സംഘം സഞ്ചരിച്ച സ്വകാര്യ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ദിശ മാറിയെത്തിയ കാർ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ ഇന്ധന ടാങ്കിൽ ഇടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ പയ്യന്നൂർ സ്വദേശികളായ ഡേവിസ് ജോർജ്, രാജേഷ്, സജു, കണ്ണൂർ സ്വദേശി അജയ് എന്നിവരെ തൃശൂർ അശ്വനി ആശുപത്രിയിലും ലോറി ഡ്രൈവർ തൃശൂർ സ്വദേശി മലയിൽ പ്രമോദിനെ ചങ്ങരക്കുളം സൺറൈസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന മഹേഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡേവിസ് ജോർജിന്റെയും രാജേഷിന്റെയും പരിക്ക് ഗുരുതരമാണ്. തളിപ്പറമ്പിൽ ജ്വല്ലറിക്ക് തീപിടിച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം. ബസ് സ്റ്റാൻഡിന് മുന്നിലെ അറ്റ്ലസ് ജ്വല്ലറിക്കാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് മുന്നിലെ അറ്റ്ലസ് ജ്വല്ലറിക്കാണ് ഇന്ന് പുലർച്ചെ 12:30 തീപിടിച്ചത്. ജ്വല്ലറി ഷോറൂമിന് പുറകിൽ ഇൻവെർട്ടറുകളും ഗിഫ്റ്റ് ഐറ്റംസും സൂക്ഷിച്ച റൂമിലായിരുന്നു തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുക ഉയരുന്നത് കണ്ട് നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാച്ച്മാൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് വിവരം അറിയിച്ചത് പ്രകാരം സ്ഥലത്തെത്തിയ തളിപ്പറമ്പ് അഗ്നിശമന വിഭാഗമാണ് തീയണച്ചത്. 7 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോറൂമിലേക്ക് തീ പടരുന്നത് തടയാൻ സാധിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. കമ്പിൽ സ്വദേശി MV പ്രതീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജ്വല്ലറി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ്, കണ്ണൂർ ആൻഡ് തലശ്ശേരി. ജില്ലയിൽ ബോംബ് റെയ്ഡ് തുടരുന്നു. തില്ലങ്കേരിയിൽ നിന്ന് ഉഗ്രശേഷിയുള്ള 9 ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ സൂക്ഷിച്ചത് ബോംബ് നിർമ്മാണ കേന്ദ്രമായ ഗുഹയിൽ. പാതിരിയാട് RSS പ്രവർത്തകൻ നവജിത്തിനെ വെട്ടിയ സംഭവത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ കേസ്. കണ്ണൂർ നഗരം ഇനി ക്യാമറ കണ്ണിൽ.
CCTV ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ കയറാതെ UDF അംഗങ്ങൾ വിട്ടുനിന്നു. DTPCയുടെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ കണ്ണൂരിൽ തുടക്കമാവും. ഒരാഴ്ചക്കാലം വൈവിധ്യമാർന്ന കലാപരിപാടികൾ. ഓണം സമൃദ്ധി പഴം പച്ചക്കറി സ്റ്റാളുകൾ തുറന്നു. NGO അസോസിയേഷനും യുവമോർച്ചയും പ്രതിഷേധത്തിന്റെ പൂക്കളം തീർത്തു. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജയസ്പോൾ കോർണർ, കണ്ണൂർ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. ഈ ഓണക്കാലത്ത് കണ്ണൂരിന് 1 കോടി പ്രണാമവും 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി നിക്ഷാൻ. ഡിസൈൻ സെലിബ്രേറ്റ്, ജയസ്പോൾ ജംഗ്ഷൻ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ശ്രീ ലക്ഷ്മിദാസ് ജുവലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. 2 കിലോ സ്വർണ്ണ സമ്മാനങ്ങളുമായി ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് വെഡിംഗ് ഫെസ്റ്റ് ജൂലൈ 10 മുതൽ ഒക്ടോബർ 10 വരെ. ഓറഞ്ച് ഗ്രൂപ്പ്, വുഡൻ ഡോർസ്, മേലച്ചുവ ജംഗ്ഷൻ, കണ്ണൂർ. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ലിലി സാരീസ്, ഫോർട്ട് റോഡ്, കണ്ണൂർ. വീവിംഗ് ഡ്രീംസ്. Cinder Base School of Fashion and Interior Design, CCRB Commercial Complex, Melechova, Kannur. Univichki Casuals, Royal Oak, TK Junction, Kannur. വാർത്തകൾ തുടരുന്നു. NGO അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഉദ്യോഗസ്ഥർ കലക്ട്രേറ്റ് പടിക്കൽ പൂക്കളം തീർത്ത് പ്രതിഷേധിച്ചു. സർക്കാർ ഓഫീസുകളിൽ ഓണാഘോഷത്തിന് സർക്കാർ വിലക്കേർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് പൂക്കളം തീർത്തത്. DCC ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു. അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കുക, LDF സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധം പൂക്കളം തീർത്തവർ ഉന്നയിച്ചു. പിണറായി സർക്കാരിന്റെ ആദ്യ ഓണസമ്മാനമായി ജീവനക്കാർക്ക് ഓണാഘോഷത്തിന്റെ കാര്യത്തിൽ അയിത്തമാണ് കൽപ്പിച്ചതെന്ന് NGO അസോസിയേഷൻ പ്രവർത്തകർ ആരോപിച്ചു. നൈരന്തര്യത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രതികരണമായി ഈ പ്രതിഷേധ പൂക്കളം മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കേരളത്തിലെ അഭിനവ തുഗ്ലക്കിന്റെ ഭരണം, നമുക്കറിയാം, ചരിത്രത്തിൽ ഒരു തുഗ്ലക്കുണ്ടായിരുന്നു. ആ തുഗ്ലക്കിയൻ ഭരണത്തിന്റെ നേതാക്കളായ രാജേഷ് ഖന്ന, KV സുരേന്ദ്രൻ, K മധു, MV ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. യുവമോർച്ചയും പ്രതിഷേധ പൂക്കളം തീർത്തു. കലക്ട്രേറ്റ് മുന്നിലാണ് LDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് പൂക്കളം തീർത്തത്. നേതാക്കളായ KP അരുൺ, CC രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കമാവുമെന്ന് ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലിയും DTPC സെക്രട്ടറി സജി വർഗീസും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകിട്ട് 4 മണിക്ക് പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് പുലിക്കളിയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ തിമലയിടിച്ചിൽ, ഇശൽ സന്ധ്യ, ഒട്ടകപക്ഷി ഡാൻസ്, ഡോൾ ഡാൻസ്, ട്രിപ്പീസ്, മണിപ്പൂരി ഡാൻസ്, ഒഡീസി ഡാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറും. നാളെ വൈകുന്നേരം 4 മണിക്ക് പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് വർണ്ണശബളമായ ഘോഷയാത്ര നടക്കും. പുലികളി, ശിങ്കാരിമേളം, വനിതാ കോൽക്കളി, മയൂരനൃത്തം, അമ്മക്കുടം എന്നിവ ഘോഷയാത്രക്ക് കൊഴുപ്പേകും. തുടർന്ന് പ്രദർശന പുലികളിയും ശിങ്കാരിമേള മത്സരവും അരങ്ങേറും. നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരവും നാളെ നടക്കും. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം മേഘ്ന വിൻസെന്റ് അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ നൃത്തം, ഒട്ടകപക്ഷി ഡാൻസ്, ഡോൾ ഡാൻസ്, ട്രിപ്പീസ്, കോമഡി ഫെയർ ഡാൻസ് തുടങ്ങിയവയും നടക്കും. 13-ന് അഴീക്കോട് സാന്ത്വനം വൃദ്ധസദനത്തിലും 16-ന് അഴീക്കോട് ചാൽ വൃദ്ധമന്ദിരത്തിലും അന്തേവാസികൾക്കായി ഓണസദ്യ ഒരുക്കും. 18-ന് വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സി കൃഷ്ണൻ MLAയുടെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് ആരംഭിക്കുന്ന ഓണസമൃദ്ധി പഴം പച്ചക്കറി സ്റ്റാളുകൾ ജില്ലയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് മൈതാനിയിലെ ഓണം സമൃദ്ധി വിപണനമേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മേയർ EP ലത ആദ്യ വിൽപ്പന നിർവഹിച്ചു.
ഓണത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷൻ പരിധിയിലും 13 വരെ ഓണസമൃദ്ധി സ്റ്റാളുകൾ പ്രവർത്തിക്കും. ജില്ലയിലെ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന പച്ചക്കറികൾ ഫാം ഫ്രഷ് കേരള വെജിറ്റബിൾസ് എന്ന പേരിൽ പ്രത്യേകമായിട്ടായിരിക്കും വിൽപ്പന നടത്തുക. മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും ശേഖരിക്കുന്ന പച്ചക്കറികളും വിൽപ്പനയ്ക്കെത്തിക്കും. വിപണി വിലയിലും ഉയർന്ന വില നൽകിയാണ് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഉപഭോക്താക്കൾക്ക് 30% വരെ വിലക്കുറവിൽ ഇവ നൽകും. ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കണമെന്നും കാർഷിക മേഖലയിൽ വൻ മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. വിലക്കയറ്റമില്ലാത്ത ഓണം, അതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ തവണത്തെ ഓണത്തിന് മുദ്രാവാക്യം. വിപണിയിൽ ഇതുപോലെ വിഷവിമുക്തമായ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള പരിപാടി അതാണ് വ്യാപകമായി നടക്കുന്നത്. ഇത്തരം കാലഘട്ടങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആകർഷകമാണ് കാഴ്ചയ്ക്ക്, പക്ഷേ വിഷപൂരിതമാണ് എന്നതുകൊണ്ട് തന്നെ അതുപോലെ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ മിർ മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഗംഗാധരൻ, KC മുഹമ്മദ് ഫൈസൽ, അഷ്റഫ് ബംഗാളി മൊഹല്ല, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ K ഓമന തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ഓണം ബക്രീദ് വിപണനമേളയ്ക്ക് കോർപ്പറേഷൻ പരിസരത്ത് തുടക്കമായി. മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ 25ഓളം സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ S പത്മാവതി, ഷമീമ, സ്മിത തുടങ്ങിയവർ സംബന്ധിച്ചു. മേള 13-ന് സമാപിക്കും. മേലെ ചൊവ്വ ക്യാമ്പ് സ്പെഷ്യൽ സ്കൂളിൽ ഓണം ബക്രീദ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസ് വട്ടുകുളത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സതി, സിസ്റ്റർ ഐലസ്, കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പള്ളിക്കുന്നിന്റെയും പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രതീക്ഷാ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി മതബോധന കമ്മീഷൻ ഡയറക്ടർ ബിനീഷ് മാൻകൊട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി സതീശൻ പാച്ചേനി മുഖ്യപ്രഭാഷണം നടത്തി. മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മേലെ ചൊവ്വ പ്രത്യാശാ ഭവനിൽ അമ്മയ്ക്കൊരു ഓണക്കോടി വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ A അബ്ദുൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശാ ഭവൻ സുപ്പീരിയർ സിസ്റ്റർ മെലയ, MRS ട്രസ്റ്റ് ചെയർമാൻ K പ്രമോദ്, CI വേണുഗോപാൽ, ഉമർ ഫാറൂഖ്, TK പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഓണം ബക്രീദ് ആഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ ബാങ്ക് റോഡിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ടൗൺ CI വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളുമായി ചർച്ച നടത്തി. സോന ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ചയിൽ കൺട്രോൾ റൂം, ട്രാഫിക് റൂം SIമാർ, പ്രമുഖ വ്യാപാരി MMV മൊയ്തു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബാഷിദ് പുനത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസിന്റെ ലഭ്യത കുറവുള്ളതിനാൽ തിരക്കേറിയ ഇടങ്ങളിൽ വ്യാപാരികൾ തന്നെ സ്വകാര്യ സെക്യൂരിറ്റികളെ നിയോഗിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയർന്നു. പോലീസ് നടപടികളോട് വ്യാപാരികളും വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന പൊതുജനങ്ങളും പൂർണ്ണമായും സഹകരിക്കണമെന്ന് ടൗൺ CI വേണുഗോപാൽ പറഞ്ഞു. എയർപോർട്ടിൽ കൂടാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കണ്ണൂർ ഹൈവേ ആണ്. ഈ കണ്ണൂർ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്ന വഴി അവർക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് യഥാസമയം എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. പിന്നെ കണ്ണൂർ ടൗണിലെ ഗതാഗത കുരുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾ ടൗണിലേക്ക് ഷോപ്പിംഗ് നടത്താനോ അല്ലെങ്കിൽ മറ്റ് പല ദൈനംദിന ആവശ്യങ്ങൾക്കോ ടൗണിലേക്ക് വരാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ട്, മക്കളെ സ്കൂളിൽ പോകുന്ന ആളുകളൊക്കെ സ്കൂൾ ബസ്സുകളും മറ്റൊക്കെ ഗതാഗത കുരുക്കിൽ പെട്ട് പോകുന്ന സ്ഥിതിവിശേഷം. ഇതിനെങ്ങനെ പരിഹാരം? കേരള പ്രവാസി ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ ഗുരുഭവനിൽ നടന്നു. KPF സംസ്ഥാന ജനറൽ സെക്രട്ടറി KE ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ പ്രവാസികളോട് അനീതി കാട്ടിയപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് LDF സർക്കാർ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയെന്ന് KE ഇസ്മായിൽ പറഞ്ഞു. പ്രവാസികൾക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ പ്രശ്നങ്ങൾ ഓരോന്നെടുത്തുകൊണ്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സമരങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു.
കേരളത്തിൽ പ്രവാസികൾക്ക് വേണ്ടി പ്രസിഡന്റ് ടി.വി. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി പി. സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നേതാക്കളായ വെള്ളൂർ രാജൻ, KM സപ്ന, CK ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടേരി മീൻകടവ് മേഖലയിലെ യുവാക്കളുടെ കൂട്ടായ്മ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ നിർവഹിച്ചു. 2 ഏക്കർ സ്ഥലത്ത് പച്ചമുളക്, വെണ്ട, പയർ, ചീര, കുമ്പളങ്ങ തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. വിളവെടുത്ത പച്ചക്കറികൾ പഞ്ചായത്തിന്റെ ഓണം വിപണന മേളയിലൂടെ വിറ്റഴിക്കും. സുധീഷ് മുണ്ടേരി, ദിനേശ് കുമാർ, KP ഉമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ, സുധീഷ്, അജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ജൈവ പച്ചക്കറി നട്ട് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മളെ പഞ്ചായത്തിനകത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ പ്രത്യേകിച്ച് ഓണച്ചന്തയുടെ ഭാഗമായിട്ട് ഓണത്തിന് വിഷരഹിത പച്ചക്കറി വിപണിയിലെത്തിക്കുന്നതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടായ്മ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ദിനേശ് ഉൽപ്പന്നങ്ങളുടെ പുതിയ ഷോറൂം കണ്ണൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേഷൻ റോഡിലെ റാബി ടവറിൽ പ്രവർത്തിക്കുന്ന ദിനേശ് ഫാക്ടറി ഔട്ട്ലെറ്റ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സഹകരണ സ്ഥാപനമായ ദിനേശിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനേശ് പുതിയ ഷോറൂം തുറന്നത്. ഫാക്ടറി ഔട്ട്ലെറ്റ് തുറന്നതോടെ ദിനേശിന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളുടെ കൈകളിലെത്തുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മേയർ EP ലത ആദ്യ വിൽപ്പന നടത്തി. ദിനേശ് ചെയർമാൻ C. രാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ KP സഹദേവൻ, P. രാജൻ, പള്ളിയർ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ലയം കലാക്ഷേത്രം രൂപം നൽകിയ വന്ദേ മാതരം പോളി ഡൈമെൻഷൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഷോ 22-ന് അബുദാബി നാഷണൽ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. ശാസ്ത്രീയ നൃത്തരൂപങ്ങളും നാടൻ കലകളും സമന്വയിപ്പിച്ച വന്ദേ മാതരത്തിൽ ഭഗവത്ഗീത, ഖുറാൻ, ബൈബിൾ എന്നീ മതഗ്രന്ഥങ്ങളും 30-ലധികം നൃത്തരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൃത്ത സംഗീത രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ 3 സ്ഥലങ്ങളിൽ ഇതിൻ്റെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ അത്രമാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് വന്ദേ മാതരം എന്ന പോളി ഡൈമെൻഷണൽ മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് പ്രോഗ്രാം, ആശാകിരണം ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ രാവിലെ 11 മണിക്ക് ഉളിക്കൽ പഥേൽ പാരിഷ് ഹാളിൽ വെച്ച് നടക്കും. KC ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. മലബാറിൽ തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്, താമരശ്ശേരി, മാനന്തവാടി, ബത്തേരി എന്നീ രൂപതകളും കാരിത്താസ് ഇന്ത്യയും സംയുക്തമായി ചേർന്ന് നടപ്പാക്കുന്ന ക്യാൻസർ സുരക്ഷാ പദ്ധതിയാണ് ആശാകിരണം. സോഷ്യൽ വർക്കിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിലും സാമൂഹ്യ സേവന വിഭാഗമുണ്ട്, TSS എന്ന പേരിൽ. ഇപ്പോൾ മലബാറിൽ ഉള്ള രൂപതകൾ അത് കോഴിക്കോട്, മാനന്തവാടി, ബത്തേരി, കണ്ണൂർ, തലശ്ശേരി, കോട്ടയം രൂപതയുടെ വിഭാഗം കണ്ണൂരുണ്ട്. ഇത്രയും രൂപതകളും കാരിത്താസ് ഇന്ത്യയും കൂടി ചേർന്നുകൊണ്ട് ക്യാൻസറിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അറിയിപ്പുകൾ. ഓണം, ബലിപെരുന്നാൾ എന്നിവ പ്രമാണിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നാളെയും 11-നും പ്രവർത്തിക്കുമെന്ന് കോഴിക്കോട് മേഖലാ മാനേജർ അറിയിച്ചു. ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ബാങ്കിംഗ്, PSC, സിവിൽ സർവീസ് പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭിക്കും. അപേക്ഷ 20-ന് മുൻപ് ലഭിക്കണം. ഓണം പ്രമാണിച്ച് റേഷൻ കടകൾ 11-ന് പ്രവർത്തിക്കും. ഇതിനു പകരം 15-ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട നമ്പർ 0497 27005996. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ്, കണ്ണൂർ ആൻഡ് തലശ്ശേരി. ജില്ലയിൽ ബോംബ് റെയ്ഡ് തുടരുന്നു. തില്ലങ്കേരിയിൽ നിന്ന് ഉഗ്രശേഷിയുള്ള 9 ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ സൂക്ഷിച്ചത് ബോംബ് നിർമ്മാണ കേന്ദ്രമായ ഗുഹയിൽ. പാതിരിയാട് RSS പ്രവർത്തകൻ നവജിത്തിനെ വെട്ടിയ സംഭവത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ കേസ്.
കണ്ണൂർ നഗരം ഇനി ക്യാമറ കണ്ണിൽ. CCTV ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ കയറാതെ UDF അംഗങ്ങൾ വിട്ടുനിന്നു. DTPCയുടെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ കണ്ണൂരിൽ തുടക്കമാകും. ഒരാഴ്ചക്കാലം വൈവിധ്യമാർന്ന കലാപരിപാടികൾ. ഓണം സമൃദ്ധി പഴം പച്ചക്കറി സ്റ്റാളുകൾ തുറന്നു. NGO അസോസിയേഷനും യുവമോർച്ചയും പ്രതിഷേധത്തിന്റെ പൂക്കളം തീർത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.